നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ റേഷൻ കട. അതെ, ഇന്ന് നമുക്ക് റേഷൻ കട വരെ പോയിട്ടില്ല. റേഷൻ കടയിൽ പോകുമ്പം നമ്മൾ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല. റേഷൻ കട യൂണിഫോം ആയ ലോക്കൽ ഡ്രസ്സ് വിത്ത് തൂക്ക് സഞ്ചി. ഉദ്ദേശിച്ച സിമ്പിൾ ഡ്രസ്സ് ആണെങ്കിലും കണ്ടിട്ട് പണി കഴിഞ്ഞ് വരുന്ന ബംഗാളിയും പിള്ളേരെയും പോലെ ഇരിപ്പുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യാദൃശ്ചികം മാത്രം. അങ്ങനെ ഞങ്ങൾ മൂത്ത ബംഗാളിയും കാത്ത് വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യുക. വെയിറ്റിംഗ് ഷെഡിൽ പിന്നെ വെയിറ്റ് ചെയ്യാനല്ലാതെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? പക്ഷെ ഫൈറ്റൊക്കെ വരുന്നത് ഇവിടെ അല്ല, ദോണ്ടത് ഇവിടെ. വണ്ടി പി കാത്തു നിൽക്കുമ്പം വണ്ടിയുടെ ഫ്രണ്ടിൽ കയറാനും ബാക്കിൽ കയറാനും ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഇവിടെ ഫൈറ്റ് കൂടും. ഫ്രണ്ടിൽ കയറിയാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്രാവശ്യവും ഞാൻ തന്നെ ജയിച്ചു. ഇതാണ് നമ്മുടെ സ്വന്തം നാട് രാജക്കാട്. റേഷൻ മേടിക്കാനാണെങ്കിലും ഞങ്ങൾ ഇത്ര ഫാഷൻകാരാണ്. ജ്വല്ലറിയുടെ കവറിൽ കുത്തിരിയും ടെക്സ്റ്റൈൽസിൻ്റെ കവറിൽ വെള്ളേരിയും ഒക്കെ മേടിച്ചു. പക്ഷെ മണ്ണെണ്ണ മേടിക്കാൻ കുപ്പി മാത്രം എടുത്തില്ലായിരുന്നു. പിന്നെ കുപ്പി തപ്പിപ്പോയി. ഞായറാഴ്ച പള്ളി പോകുന്നതിൻ്റെ ഓരോരോ ഗുണങ്ങളെ. കുപ്പി കിടക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. പോയി ഒരു കുപ്പി പൊക്കി, കണ്ടു, ഇഷ്ടപ്പെട്ടു, സ്വന്തമാക്കി. ഇനിയൊന്നും വൃത്തിയാക്കണം. കാര്യമായിട്ട് പൊടിയും ചെളിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാനങ്ങ് വൃത്തിയാക്കി. ഇത് ഞങ്ങളുടെ പള്ളിയുടെ തൊട്ട് താഴെയുള്ള ഗ്രൗണ്ടാണേ. അങ്ങനെ കുപ്പിയിൽ പോയി നീല ദ്രാവകം മേടിച്ചു. റേഷൻ കട പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് പലചരക്ക് പരിപാടികളാണ്. റേഷൻ കാർഡിൻ്റെ ഉടമ ഞാനായതുകൊണ്ട് റേഷൻ കട പരിപാടികളെല്ലാം ഞാൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ വീട്ടിലെ നിയമം. അതുകൊണ്ട് പലചരക്ക് പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് അച്ചാച്ചന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഉണങ്ങിയ കാപ്പിക്കുരു, കുരുമുളക്, അരി ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൈയിട്ട് വരാത്ത ഏതെങ്കിലും പിള്ളേരുണ്ടോ? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വന്ന് ഞാൻ കുറച്ച് നേരം നൊസ്റ്റാൾജി അടിച്ച് അരിക്കകത്ത് കൈയിട്ട് വാരിക്കൊണ്ടിരുന്നു. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അച്ചാച്ചൻ വന്നു. ഇനി തിരിച്ച് വീട്ടിലേക്ക്. ഇവൻ എന്ത് തേങ്ങയാടായി ചെയ്യുന്നതെന്ന് നോക്കണ്ട, തേങ്ങ മേടിക്കാൻ മറന്നു. തേങ്ങ മേടിക്കാൻ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ടൗൺ വൈബ് വേണമെങ്കിൽ ടൗൺ വൈബ്, ഗ്രാമാന്തരീക്ഷം വേണമെങ്കിൽ ആ വൈബ്, രണ്ടും പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങളുടെ രാജക്കാട്. വൈകിട്ടത്തെ സൂര്യാസ്തമയം കണ്ട് എനിക്ക് നല്ലൊരു ഷോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പോയതാണ്. വണ്ടി വെട്ടിച്ച് അത് കുളവാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതിലും രസം പിള്ളേരുടെ ചോദ്യം കേട്ടിട്ടാ, അമ്മേ ഇതാണോ സ്വർഗം എന്ന്. അവരെ കുറ്റം പറയാൻ പറ്റുമല്ല. ഈ ലൈറ്റിംഗ് എഫക്റ്റൊക്കെ കണ്ടിട്ട് ഇത് സ്വർഗമാണോ എന്ന് പിള്ളേർ ചിന്തിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവരെ സൺഡേ ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുന്നതിൽ പിക്ചർ കൊടുത്തേക്കുന്നത് ഇങ്ങനൊരു ചിത്രമാണ് പിക്ചർ കൊടുത്തേക്കുന്നത്. പിള്ളേരെ തെറ്റ് പറയാൻ പറ്റുമോ? പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ഈ നഗരത്തിൽ സ്വർഗമൊന്നുമില്ല. ഇത് ആകാശത്ത് സൂര്യൻ അസ്തമിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നല്ല വഴിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറുക്ക് ചാടിയാണ് പരിചയം. ഇത് കാരണം കുറുക്ക് വഴി നേരെ